ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അടുത്ത രാജ്യത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. ഡെൻമാർക്ക് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കൺട്രിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ പ്രധാന വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡെൻമാർക്ക് അതിലെ പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ ആ രാജ്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഡെൻമാർക്ക് ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യമാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ്, അത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യനിൽ ആവർത്തിക്കുന്നതാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം അത് ഡെൻമാർക്കാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ്. അതുപോലെ തന്നെ ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നതും ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സും എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കൺട്രി വിത്തൗട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കൺട്രി വിത്തൗട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, അതായത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, കോപ്പറേറ്റീവ് നിയമങ്ങളൊന്നുമില്ലാത്തൊരു രാജ്യമാണ് ഡെൻമാർക്ക്. അതുകൊണ്ട് കൺട്രി വിത്തൗട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് ചോദിച്ചാൽ അത് ഡെൻമാർക്കാണെന്നുള്ളത് പ്രത്യേകമായി ഓർത്തു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, മറക്കാതെ പഠിക്കുക. അടുത്ത ഡെൻമാർക്ക് ഇസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഡയറി പ്രോഡക്ട്സ്. യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഡയറി പ്രോഡക്ട്സ് ഡെൻമാർക്കാണ്. അപ്പോൾ ഡെൻമാർക്ക് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഡയറി പ്രോഡക്ട്സ് ഇൻ യൂറോപ്പ് എന്നുള്ള കാര്യം പ്രത്യേകമായി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഡെൻമാർക്കിലെ ഫോക്ക് ഹൈസ്കൂൾ സ്ഥാപിച്ചത് NFS ഗ്രൺവിങ് എന്നുള്ള കോപ്പറേറ്ററാണ്. ഫോക്ക് ഹൈസ്കൂൾ സ്ഥാപിച്ചത് NFS ഗ്രൺവിങ്. ഈ വ്യക്തിയെക്കുറിച്ചും നമ്മൾ അധികം പഠിക്കുന്നുണ്ട്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയായ ഫോക്ക് ഹൈസ്കൂള് അത് ഡെൻമാർക്കിൽ സ്ഥാപിച്ചത് NFS ഗ്രൺവിങ് ആണെന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ഡയറി കോപ്പറേറ്റീവ്സ്, അതായത് ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സ് സ്ഥാപിച്ചത് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ എന്നുള്ള കോപ്പറേറ്ററാണ്. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ആണ് ഡയറി കോപ്പറേറ്റീവ്സ് ഡെൻമാർക്കിൽ സ്ഥാപിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നെക്സ്റ്റ് പോയിന്റ്, ഡെൻമാർക്കിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കാണ് ആൻഡൽസ് ബാങ്കൻ. ആൻഡൽസ് ബാങ്കൻ എന്നുള്ളത് ഡെൻമാർക്കിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് സ്ഥാപിക്കപ്പെട്ടത് 1925-ലാണ്. 1925-ലാണ് ഡെൻമാർക്കിൽ ആൻഡൽസ് ബാങ്കൻ സ്ഥാപിച്ചത്. അപ്പോൾ ഇതും ഈ വർഷവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക്, ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് HC സണ്ണിയാണ്. HC സണ്ണിയാണ് ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ. ഇതും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക്. അപ്പോൾ ഡെൻമാർക്കിനെ കുറിച്ച് ഈ ഇത്രയും പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് പോലും നമുക്ക് വിടാതെ പഠിക്കണം. അപ്പോൾ ആദ്യം തൊട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. ഡെൻമാർക്ക് ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന കൺട്രിയാണ്. അതായത് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ഈ ഡയറി സെക്ടറിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ രാജ്യമാണ് ഡെൻമാർക്ക്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നതും ഡെൻമാർക്കാണ്. അതുപോലെ തന്നെ ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൻ്റെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്നതും ഡെൻമാർക്കാണ്. അതുപോലെ തന്നെ കൺട്രി വിത്തൗട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം അത് ഡെൻമാർക്കാണ്. ഇതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഡയറി പ്രോഡക്ട്സ്, ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യവും ഡെൻമാർക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന പോയിൻ്റാണ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഡയറി പ്രോഡക്ട്സ് എന്നുള്ള ഈ പോയിൻ്റ്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഫോക്ക് ഹൈസ്കൂള്, ഡെൻമാർക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഒരു പ്രസ്ഥാനമാണ് ഫോക്ക് ഹൈസ്കൂള്. ഇത് സ്ഥാപിച്ചത് NFS ഗ്രൺവിങ് ആണ്. NFS ഗ്രൺവിങ്ങിൻ്റെ സ്ഥാപനമാണ് ഫോക്ക് ഹൈസ്കൂള്. അതുപോലെ തന്നെ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ ഡയറി കോപ്പറേറ്റീവ്സ് ഡെൻമാർക്ക് സ്ഥാപിച്ച പ്രധാനപ്പെട്ട കോപ്പറേറ്ററാണ് സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. ഇതും വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ 1925 ഡെൻമാർക്കിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടു. അത് ആൻഡൽസ് ബാങ്കൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1925 സ്ഥാപിക്കപ്പെട്ട കോപ്പറേറ്റീവ് ബാങ്കാണ് ആൻഡൽസ് ബാങ്കൻ. അതുപോലെ തന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക്, ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് HC സണ്ണി എന്നുള്ള വ്യക്തിയാണ്. അതും വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ അധികം ആൾക്കാരുടെ പേര് പറഞ്ഞു, അതുപോലെ തന്നെ കുറേ അധികം പോയിന്റുകൾ പറഞ്ഞു. ഇതിനകത്ത് ഒരു പോയിന്റ് പോലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വിട്ട് കളയാൻ സാധിക്കാത്ത തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ലോഡ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.